ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ അങ്ങനെ ഇപ്പൊ എവിടെ മോസെ? ബിജോച്ചിന്റെ അടുത്ത്, അതായത് ഇതാണ് മോസസിന്റെ ചേട്ടൻ ഞങ്ങൾ വന്നപ്പോ തൊട്ട് പറയുന്ന നമ്മുടെ കൂട്ടുകാരൻ മാഷ്, വയനാട്ടുകാരനാട്ടോ, വൈത്തിരിക്കാരനാ മാഷ്. അല്ലേ, മാനന്തവാടി. അപ്പൊ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ എത്തി. രാത്രി ആയതുകൊണ്ടാണ് വീഡിയോയും കാര്യങ്ങളൊന്നും കാണിക്കാതെ. ബേക്കിൽ കണ്ടില്ല ഒരു ലോഡ് തുണി അലക്കിയിട്ടേക്കുന്നത്. ഇതെല്ലാം രാത്രിക്ക് വന്ന് ഞങ്ങൾ അലക്കിയിട്ടതാട്ടോ. മിഷനിലാണ്, അല്ലാണ്ട് കൈ കൊണ്ടൊന്നും ഈ മോശമൊക്കെ കൈ കൊണ്ടൊന്നും അലക്കൂല. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഐലൻഡ് ജീവിതം നമ്മളന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഉച്ചയായി, രാവിലെ സമയം പോയി. കണ്ണാടി ഇട്ടോണ്ട് പറഞ്ഞായിരിക്കും ഇതില്ലാണ്ട് ഇവിടെ നടക്കാൻ പറ്റില്ല. അപ്പൊ പലരും വന്നിട്ട് കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നേരെ റിസോർട്ടിലേക്ക് വരും, അവിടെ ഒരു 2 ദിവസം നിൽക്കും, മാല സിറ്റി. ഇതാണ് കൂടുതൽ ഇവിടെ കണ്ടുവരുന്ന ഒരു സംഭവം. അപ്പൊ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഐലൻഡ് ജീവിതമാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഓല കുറച്ചാ ഇവിടെ ഉണ്ടോ? ഇവിടെ ടാറിങ് ഇല്ല. പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞിട്ടുണ്ടോ? മോസസ് വേണേ ഒരു കത്ത് തരും കേട്ടോ. പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞിട്ട് ഇവിടെ ടാറിയിക്കാം പരിപാടണം. അതായത് ഇവിടെ ഒന്നും ടാറിങ് ഇല്ല, വീടുകളാട്ടോ. ഏതാ പ്രധാനമന്ത്രി മറ്റേ ഗ്രാമവികസന യോജന. ഈ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ വിഷാന്നൊക്കെ പറഞ്ഞ അരളിപ്പൂ. ഇത് പക്ഷേ ഈ സാധനം ഭയങ്കര മണമാ. രാവിലെ ഏറ്റു വരുന്നത് നല്ല മണോ. അതേപോലെ നമ്മുടെ ബോഗൺവില്ല ഇതുണ്ടോ? എല്ലാ ഷീറ്റിന്റെ വീട്ടിലാണെങ്കിലും AC ഉണ്ട്. AC ഇല്ലാണ്ട് ഇവിടെ പറ്റില്ല. ഞാൻ മാല സിറ്റി കണ്ടു. അല്ല, കുപ്പിയും വെള്ളം കുറിച്ച് പുള്ളി വരുന്നില്ലേ സാറ്? ഇവിടെ മൊത്തം എത്ര വീടുകളുണ്ട് ഏകദേശം? ഇവിടെ പോപ്പുലേഷൻ കുറവാ. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 1000ന്റെ ചോടൊക്കെ ഉള്ളൂ. 600 എന്നാണ് മറ്റേ ഇവൻ പറഞ്ഞത്. ഷാനോ വിജയന്റെ സ്റ്റുഡന്റ് വന്നില്ലേ, അവൻ പറഞ്ഞ 600. ഇവരൊക്കെ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സിങ്ങും. നമുക്ക് ഇങ്ങനത്തെ ഒരു വീടിൻ്റെ അകത്ത് കയറിയാലോ? അത് ബിജോസിന്റെ കമ്പനിക്കാരുടെ കുറെ ഉണ്ട്, സ്റ്റുഡന്റുകളുണ്ട്. 16 വർഷം എത്ര വർഷമായി? 14 വർഷമായില്ലേ? അന്ന് വേറെ ഐലൻഡിലായിരുന്നു. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, കിളികൾ കരയുന്നു. വണ്ടികളുടെ ഇവിടെ പക്ഷികള്, കുയില്, കാക്ക, ഇതാണ് മെയിൻ ആയിട്ട്. പ്രാവുണ്ട്. പ്രാവ് എന്ന് പറഞ്ഞാൽ മാല ഭാഗത്തൊക്കെ അധികം പ്രാവുള്ളൂ. ഇവിടെയൊക്കെ വളർത്തൽ വളരെ കുറവാണ്. കിളികളെ വളർത്തോടെ. കിളികൾ, ലവ് ബേർഡ്സ് ഉണ്ട്. പട്ടിയൊന്നുമില്ല, പൂച്ചയുണ്ട്. പാമ്പില്ല, പൂച്ചുണ്ട്. പാമ്പില്ല. പട്ടീന്ന് ഇവിടെ പറയാൻ പോലും വലിയ പട്ടിന്ന് പറഞ്ഞാ ഇവരെ ഭാഷയില് വേണ്ട, പറയണ്ട, വേണ്ടാത്തൊരു വാക്കാണ്. നിനക്കിപ്പോ അതിന്റെ മീനിങ് അറിഞ്ഞേ പറ്റൂ. അല്ല, 10 പ്രാവശ്യം നിന്നെ ഞാൻ വിളിച്ചാലേ ഞാൻ നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ നമ്മൾ തമ്മിൽ വലിയ എന്തോ അപവാദം പറയുന്നത്. അതെ, സൈക്കിൾ എടുക്കണോ? ചൂണ്ടയെടുത്തോ? ഇതാണ് ഇവിടുത്തെ ബിജോസിന്റെ വണ്ടി കേട്ടോ. നമ്മുടെ നാട്ടില് സ്വന്തമായിട്ട് വീട്ടിൽ കാറൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ പുള്ളി ഉപയോഗിക്കുന്നത് സൈക്കിളാണ്. അത് ബ്രേക്ക് ഇല്ലാത്ത സൈക്കിൾ, വെല്ലും ബ്രേക്കും ഇല്ലാത്ത ജീവിതമാണ്. ആ സൈക്കിളിന്റെ ഒരു പ്രത്യേകത കാണിച്ചു തരാവേ. ചൂണ്ട കണ്ടോ? ഇത് നല്ല മീനാണല്ലോ. ഈ മീനെ വറക്കാനല്ലോ അല്ലേ? ഇതുണ്ടോ? ഇതിന് ബ്രേക്ക് ഒന്നുമില്ല കേട്ടോ. ഇതിന്റെ സെറ്റപ്പ് എങ്ങനെയാന്ന് വെച്ചാല്, ബാക്കോട്ട് ചവിട്ടിയാൽ വണ്ടി നിൽക്കും, ഫ്രണ്ടോട്ട് മാത്രമേ വണ്ടി ചവിട്ടാൻ പാടുള്ളൂ. ബാക്കോട്ട് ചവിട്ടിയാൽ ബ്രേക്കാ. വീഴോ? നിൽക്കും. അതാണ് ഇതിന്റെ സെറ്റപ്പ്. ഇത് എവിടുന്ന് കൊണ്ടുവന്ന സാധനം? UK യോ? ഇവിടുത്തെ റിസോർട്ടുകളിലൊക്കെ ഇങ്ങനത്തെ സൈക്കിൾ തന്നെയാണ്. കാരണം കയറ്റമൊന്നും ഇല്ലല്ലോ, കയറ്റം ഇറക്കോ അല്ലേ? പുള്ളിന്ന് വിറയ്ക്കുവാ സൈക്കിൾ ഓടിക്കുമ്പോ. സംഭവം സെറ്റപ്പ് ആയിട്ടോ. ബോഗൺവില്ല കുത്തിയുണ്ടായി. ബോഗൺവില്ല ഇഷ്ടം പോലെ അല്ലേ? പൂക്കൾക്ക് പറ്റിയ ക്ലൈമറ്റ്, നല്ല ചൂടല്ലേ? ഈ നൂല് എന്ത് നൂലാ? നൈലോണാ ഇത്? ഇതെന്താ അറിയോ? ഇതിനിവിടെ എന്താ പേര് അറിയോ? വാക്കത്തിയോ? ഇല്ല, വെട്ടുകത്തിയാ? ഇല്ല, കത്തിവളി എന്ന് പറയും. കത്തിവളിയോ? കത്തിവളിയോ? ചിരിക്കരുത്. വളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതാണ്. നാട്ടിലോ കത്തിയാണ്. കത്തിക്ക് വളി എന്ന് പറയാ. കത്തിയില്ല, മീൻ മുറിക്കുന്ന ചെറിയ. ഇത് മൂർച്ചൊന്നുമില്ലല്ലോ വിചാരിച്ചാ. ഉപയോഗിക്കാത്ത തുരുമ്പെടുത്തു പോയി. ഇതെന്തിനാന്നറിയോ? അതേപോലെ കടച്ചക്ക ഇഷ്ടം പോലെ. ഇതെന്തിനാന്നറിയോടാ? പൊങ്ങ് ഇഷ്ടം പോലെ പൊങ്ങുണ്ടാവുന്ന പറഞ്ഞ. അത് വിജോഷം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കൊണ്ടുവന്നു. നമ്മുടെ ചിപ്സ് ഒക്കെ ഉറക്കുന്ന പോലെ. ഇവിടെ എല്ലായിടത്തും. ഈ കസേരന്റെ പേരെന്തായിരുന്നു? പോലീസ് സ്റ്റേഷനാ? ഇത് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ കേട്ടോ. ഫില്ലാദു പോലീസ് സ്റ്റേഷൻ. ഇവിടെ ഈത്തപ്പന ഉണ്ടോ?
കണ്ടുപിടിക്കുന്ന കായ്ക്കോ? ഇതൊരു കാഴ്ചയിരുന്നു കേട്ടോ ടീച്ചറെ. കാരണം ഭയങ്കര ചൂടല്ലേ ഇപ്പൊ അവിടെ ഒരുപാട് സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഈ ഐലൻഡിലേക്ക് ആവശ്യമുള്ള മൊത്തം കറണ്ട് ഉണ്ടാക്കുന്ന പോലെയാണ് കേട്ടോ. എഞ്ചിൻ ഹൗസ്, ഇതിന്റെ എഞ്ചിൻ ഹൗസ്. നമുക്ക് ഇതിൽ കയറാന്നല്ലേ പറഞ്ഞേ? അടുത്ത ദിവസം കയറാം നമുക്ക്. സോളാറും ഉണ്ട് അല്ലേ? നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് എഞ്ചിന്റെ സ്പീഡ് സ്ലോ ആവുന്ന ഓട്ടോ അഡ്ജസ്റ്റഡ് ആണ്. നമ്മുടെ ചെത്തിപ്പൂ സോളാറിലായിരിക്കും കറണ്ട്. അപ്പം ഇത് ഫ്യൂൽ കൺസപ്ഷൻ ഭയങ്കര പറഞ്ഞു. ഇത് ഈ ഐലൻഡിലോട്ട് വരുന്ന ഫുള്ള് വെള്ളം പ്യൂരിഫൈ ചെയ്യുന്നതാ ഇവിടുന്ന്. ഇത് ഏത് രാജ്യ? ചൈനയുടെ അല്ലേ? ഫ്രീ ആ വെള്ളം? അപ്പൊ മാലയിലൊക്കെ പൈസ കൊടുക്കണല്ലോ. ഈ റോഡിൽ പോയാൽ നേരെ കടലിലെത്താം. കാട്ടിക്കൂടി പോവാം നമുക്ക്. കാടിൻ്റെ കൂടെ പോവാം. അപ്പൊ വെയിൽ കൊള്ളണ്ടല്ലോ. ഇന്ന് ഞങ്ങള് സൺസ്ക്രീം ഒക്കെ തേച്ചിട്ട് ഇറങ്ങി കേട്ടോ. മാലയിൽ പോയിട്ട് ക്രിക്കറ്റ് കളിച്ചിട്ട് ആള് മാറി പോകും. ആൾക്കാർ എന്നെ കളിയാക്കി, നീ കറുത്തു പോയല്ലോടാന്ന്. നമ്മളൊരു ഫോറസ്റ്റിന്റെ അകത്തേക്ക് കയറാൻ പോവാം കേട്ടോ. ഇത് ഇവിടെ ഉണ്ടല്ലോ, 18 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാല് സർക്കാർ ഫ്രീ ആയിട്ട് വീട് വെക്കാൻ സ്ഥലം കൊടുക്കും. 18 വയസ്സ് കഴിഞ്ഞല്ലേ? വീട് നമ്മൾ വെക്കണം ബിജേഷ, വീട് നമ്മൾ വെക്കണം. പിന്നെ ഇത് പബ്ലിക് ആണ് സ്ഥലം. അപ്പൊ ഇതിൽ നിന്നൊക്കെ ആയിരിക്കും മറ്റേ മിച്ചഭൂമി വീതിച്ചു കൊടുക്കുന്ന പോലെ ആയിരിക്കും തരിക അല്ലേ? ആ ഒരു സെറ്റപ്പ് അല്ലേ? അപ്പൊ എന്താ വെച്ചാൽ ഇത് പബ്ലിക്കാ. ഇതിൽ തെങ്ങും എല്ലാം ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള എടുക്കാം, പ്രശ്നമൊന്നും ഇല്ലാന്ന്. വാഴ ഇവിടെ പിന്നെ കള്ളന്മാരൊന്നും ഇല്ലല്ലോ, ആകെ 600 പേരേ ഉള്ളൂ. മറ്റേ മാധവൻ പറഞ്ഞ പോലെ മാധവൻ കേട്ടൊന്നും ഈ ചേക്ക് വിട്ട് പോയിട്ടില്ല. അതുപോലെ ഇങ്ങനത്തെ ഒരു മാധവൻ ഇവിടെ ഇല്ലല്ലേ? കുറവാ. ഇത് തേങ്ങയൊക്കെ പൊതിച്ചിട്ടേക്കുന്നു. അതായത് ഇതിന്റെ ഉള്ളിൽ നമുക്ക് വന്ന് തെങ്ങ് നടാം. എന്താ പൊങ്ങ് പൊട്ടിക്കാം. പൊളിക്കാനറിയില്ല. പൊളിച്ചിരുന്ന ഇതൊന്നും വിഷയമില്ല, ആരും ഒന്നും ചോദിക്കില്ലല്ലേ? എടുത്തോ, ഒരെണ്ണം രണ്ടെടുത്തോ, അധികം വളരാത്തെടുക്ക്. അതെ, നല്ല തണല് കിട്ടിയല്ലേ? തേങ്ങ പൊതിക്കുന്ന സാധനം ഇതാണ്. പാര പോലെ ആക്കി വെച്ചേക്കുക. ഇതൊരു മരമാണ്. മരത്തിന്റെ കുറ്റി മൂർച്ചയാക്കിയിട്ട് ഇതിലാണ് ഒരു തേങ്ങ പൊതിക്കുക. കാട്ടിലൊക്കെ പോയി കഴിയുമ്പോൾ അവർ ചെയ്യുന്ന അങ്ങനെ ഇത് ഇട്ട് വെക്കുകയാണ്. കാരണം ആരെങ്കിലും വന്നിരുന്ന് നമ്മളെ നാട്ടിൽ അങ്ങനെ ചെയ്യോ? അതെ, ഒറ്റ വിട്ട് മതി. അപ്പൊ ഇതിനുള്ളിൽ നല്ല അടിപൊളി പൊങ്ങുണ്ടാവും. ശരിയോ? ഇതെടുത്ത് കഴിച്ചു നോക്കുക. മധുരമുണ്ടോ? സ്പൂൺ എടുക്കായിരുന്നു. ഞാൻ തന്നെ ആദ്യം കഴിക്കാം. ഇതിൽ നല്ല കുത്തിക്ക് ഒരു സ്പൂണും കൂടി എടുക്കായിരുന്നു അല്ലേ? സത്യം പറഞ്ഞാൽ എന്തായാലും ഒരു സ്പൂണൊക്കെ പറയണ്ടേ? ഇത് നമ്മളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ. കൊള്ളാം, മധുരമുണ്ട്. ഇത് വെച്ച് ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കും. ഇത് നല്ല സാധനം, നമ്മുടെ നാട്ടിൽ കിട്ടും, പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ തിന്നാറില്ലെന്നുള്ളൂ. ഈ തേങ്ങ ഇത് വലിപ്പം കുറവാണെന്നൊന്നും വിചാരിക്കണ്ട. ഇത് ഇവിടെ പോക്ക് തേങ്ങയാണ്, ഉപയോഗിക്കാറില്ല. പേട്ട് തേങ്ങ. പേട്ട് തേങ്ങ. അപ്പൊ അതിനെ ഇങ്ങനെ മുളക്കാനൊക്കെ വിടുന്നതാണ്. ഇതില് ജലാംശം ഉണ്ട് നല്ല. ഇത് കരിക്കൊള്ളാണ് അല്ലേ? കാടാണ്, തെങ്ങിൻ കാട്. ഇതല്ലേ മറ്റേ സാധനം പറഞ്ഞേ? സ്ക്രൂ പൈൻ. എന്താ പറയാ നമ്മുടെ നാട്ടിലെ കൈതാ? വേറെ എന്തോ സൈസ് കൈതായിരിക്കും. ഇതതിന്റെ വേരാ? ഇതതിന്റെ വേരല്ലേ? വേര് മരത്തെക്കാളും കട്ടിയുണ്ടല്ലോ. എന്താ ഊരി കളഞ്ഞ അതിന്റെ? എന്തോ സാധനം ഞാൻ പിടിച്ച പൂരി പോന്ന്. ഓ, കൊതുകുണ്ട്. സോക്സ് പിടിക്കുന്നു. പായ ഉണ്ടാക്കുന്നു കേട്ടോ. മരിക്കും. ഇതൊക്കെ ഓരോ വ്യക്തികളുടെ ആയിരിക്കാം. ആണെങ്കിൽ അതിൽ നമ്പർ ഉണ്ടാവും. അല്ലാത്തത് പബ്ലിക് തെങ്ങുകളാണ്. ആൾക്കാർക്ക് പൈസ വേണമെങ്കിൽ അവരെന്ത് ചെയ്യും? നേരെ കാട്ടിലേക്ക് പോകും. ആരുടെ അല്ലാത്ത തെങ്ങിൽ നിന്ന് തേങ്ങ പെറുക്കി പൊതിച്ച് വിറ്റാൽ അവർക്ക് ജീവിക്കാനുള്ള പൈസ. ഇഷ്ടം പോലെ പൈസ കിട്ടും. അത് കൊള്ളാതെ നമുക്കും കുറച്ച് വിറ്റാൽ. തേങ്ങക്ക് 12 രൂപയ്ക്ക് വില. 12 രൂപ. ഞാൻ വന്നപ്പോ 5 രൂപ ഉണ്ടായുള്ളൂ. 12 ഒരു തേങ്ങക്ക്. മാലയിൽ കൂടും. അതെ, ഒരു ചാക്ക് എടുത്തിട്ട് തലയിൽ വെച്ചിട്ട് കുര്യാലൻ കൃഷ്ണനെ കാണാൻ പോയി രാവിലെ. അതുപോലെ പോയി നമുക്ക്. കൊള്ളാം. ഇതൊക്കെയാണ് ഈ ഐലൻഡ് ജീവിതം കേട്ടോ.
ആ മറ്റേ ഇതുപോലെ മറ്റേ ആൻഡമാൻ പോലെ മറ്റേ ട്രൈബൽസ് ഒന്നും ഇല്ലെന്നോ? ഓടിക്കുവോ? ഇതിനുള്ള സാധനം തേക്കായിരുന്നല്ലോ. അതെ അതെ, ഇതുണ്ടോ എല്ലായിടത്തും ഇതേപോലെ മരക്കുറ്റികളുണ്ട് തേങ്ങ പൊതിക്കാനായിട്ട്. എടാ ആ നിലത്ത് വെക്കാത്ത തെങ്ങ് കണ്ടിട്ടുണ്ടോ? ആ ഇതെന്താ ഇങ്ങനെ അതിനടിയില്ല. അതെന്താണ്? അതങ്ങനെയാ, ആരും ആശ്രയിക്കാതെ നിക്കുന്ന സ്വന്തം കാലിൽ നിൽക്കുകയാണ്. സ്വന്തം കാലിൽ നിൽക്കുക. അവതാറിലൊക്കെ കണ്ടിട്ടില്ലേ? ആ മാലേ സിറ്റിയും ഈ ഫിലുദും കാണുമ്പോ എൻറ്റയർലി ഡിഫറെന്റ് ആട്ടോ. പിന്നെ ഐലൻഡ് ആ ടൗണിൻ്റെതായ ഒരു ശല്യം. നമ്മള് ജാപ്പനീസ് റീല് കൊളംബോയും കണ്ട പോലെ തന്നെ. അത് തന്നെ. എന്തായാലും രസമാണ്, നമുക്ക് ഇവരുടെ പുറകെ സഞ്ചരിക്കാം. കാരണം നമുക്ക് വഴി അറിയില്ലല്ലോ. അതെ, വല്ല നമ്മളെ പിടിക്കുന്ന വല്ല സാധനങ്ങളുണ്ടെങ്കിലോ. എന്തായാലും എന്നെ പിടിക്കില്ല, നിന്നെ പിടിക്കില്ല. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ട പോലെ ആ നിലക്ക് പൊന്തി വന്നാലോ അല്ലേ? അതെ. സൗണ്ട് കേൾക്കുന്നില്ല, അത് കടലിന്റെ സൗണ്ടാണ്. കടലിന്റെ നമ്മൾ പോകുന്നത് ഇവിടുന്ന് നേരെ കടലിലേക്ക് പോയാൽ മതി. വഴി ചിലപ്പോ തെറ്റിയേക്കും, പക്ഷെ കടലിലെത്തും. ഫുള്ള് കാടാണ്. ഗൂഗിൾ മാപ്പ് ഇല്ലാത്ത സ്ഥലമാണ്. അതെ, ഗൂഗിൾ മാപ്പ് ഇല്ല. ഉണ്ടോ? ചുമ്മാ മോസസ് അങ്ങ് തള്ളിയേക്കുക. ഗൂഗിൾ മാപ്പ് ഞാൻ നോക്കിയപ്പോ അവിടെ വരെ കണ്ടുള്ളൂ. ഇവര് തന്നെ ഈ തേങ്ങയൊക്കെ എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വഴി ഉണ്ടാവും. പല വഴികള്. വഴി കുടുങ്ങി. സൈക്കിൾ അവിടെ വെക്കണ. ന്യൂമാനിക്ക സൈക്കിൾ കൂടി. ആനയെ പേര് സാമ്പേരി എന്നുള്ള ആരെ പറഞ്ഞ ഇവിടെ എലിയില്ലാന്ന്? ഇതുണ്ടോ, ഇതൊക്കെ എലി തിന്നുന്നത്. അത് ഇവിടെ നോക്കുന്നത് നിന്റെ പുറകില്. ഞാൻ വിചാരിച്ച പോലെ മനുഷ്യര് മാന്തി കടിച്ചു കുറച്ച് തിന്നുന്നതാണ്. പിന്നെ മനുഷ്യർക്ക് ഇങ്ങനെ തിന്നുന്നത് പൊതിച്ചു തിന്നൂടെ? അവിടെ അതാ ഒരു കരിക്ക്. ആ ഇത് എലി തിന്നാ. എല്ലാം ഇതാ 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 തിന്ന അതിന്റെ ഉള്ളിൽ കയറി ഇരിക്കടാ എലിക്ക്. ചുണ്ടലി കാണാൻ നല്ല കൊതുകുണ്ട് കേട്ടോ. കൊതുക് അടിപൊളി. ഇതുണ്ടോ ഒരു സാധനം? ഇത് അതിന്റെ കായടാ, പഴം. അത് തിന്നുന്നയാ? ആ എടാ, ആ ഇതുണ്ടോ തെങ്ങ് നടു പൊളിച്ചിട്ടേക്കുന്ന ഇരിക്കാൻ വേണ്ടിട്ട്. ഇരിക്കാൻ വേണ്ടിയില്ലേ? പക്ഷെ ഈ തെങ്ങിനൊരു പ്രത്യേകത ഉണ്ട്. ഏറ്റവും കാതൽ കൂടിയ മരമാണ് ഇത്. ആ ഇത് പണിയെടുത്തോണ്ട് സാധനം കാലാകാലം കിടന്നോളൂ. ഇതിന്റെ കാതലാണ് ഈ സാധനം. തെങ്ങിന് ഭയങ്കര കാതലാണ്. ഇത് കൊണ്ടിട്ട് ഈ സൈഡിൽ കൂടി ഫുള്ള് നാല്. എനിക്കൊന്ന് എല്ലാം കൂടുതലും തെങ്ങണ്ട് തന്നെയാട്ടോ. ഞങ്ങൾ കാട്ടിൽ നിന്ന് വഴി എത്തി അല്ലേ? അതെ, പുറത്തിയാടി. ഇനിയിപ്പോ നമുക്ക് മീൻ പിടിക്കണം. ഇതുണ്ടോ ഒരു ചെറിയ മീൻ നമുക്ക് കിട്ടി. അതെ, ഏറെയുള്ള പ്ലാസ്റ്റിക് മീൻ. പക്ഷെ ഇതിങ്ങനെ ആവുന്ന ഒരു മീനാണ്, വെറൈറ്റി മീനാണ്. അതിങ്ങനെ ഓടുന്ന കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല്. ആണോ? നീ ആ വെയിലത്ത് ഇച്ചിരി മാറി കിടന്നാണ്, ഞാൻ കറുത്തു പോണു. ഓ അല്ലേ, ഭയങ്കര മറ്റേ ഷാരൂഖ് ഖാൻ, അമിതാഭ് ബച്ചനാണല്ലോ. അല്ല ഷാരൂഖ് ഖാൻ ആണല്ലോ. ഷാരൂഖ് ഖാൻ. അത് മതി, അത്രയൊക്കെ നമുക്ക് അതിൽ കൂടുതൽ. ഏണി അതും തെങ്ങാണോ? അല്ല അല്ലേ, തെങ്ങല്ല, അത് വേറൊന്നും മര. ഇതിൻ്റെ ഉള്ളിൽ കാട് പോലെ തന്നെയാണ്, പക്ഷെ വന്യമൃഗങ്ങളൊന്നുമില്ല. ഇല്ല, ആകെ പാമ്പുണ്ട് അല്ലേ? ഇവിടെ എങ്ങാനും വന്ന് പെണ്ണ് കിട്ടിയതിന് സുഖമായിരുന്നു. എന്തിനാ? 10 സെന്റ് സ്ഥലം കിട്ടിയാനെ. നിന്റെ സുലഭി കേൾക്കണ്ട കേട്ടോ. ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോവാണല്ലോ. നമുക്ക് കാട്ടിക്കൂടി കയറാം അല്ലേ? എങ്ങനെ വേണം ചെയ്യാം. ആ കരിക്കോട്ടി ന്യൂമാൻക്ക് തെങ്ങി കയറുന്ന പറഞ്ഞേ. ആ ഇത് മുരിങ്ങയിലല്ലേ? ഇതോ മുരിങ്ങയാണോ? സാറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക്. ചേട്ടാ ഇത് മുരിങ്ങയല്ലേ? ഓ മഞ്ചാടി. മഞ്ചാടിക്കുരു. ഇപ്പൊ മോസസ് ഇതും പരിപ്പോട്ട് കറി വെച്ചതല്ലേ മോസ്? ഇതും പരിപ്പും കറി വെക്കാന്ന് പറഞ്ഞ അവിടെ ഉണ്ടോ കുരുവാ? ഇല്ല. അതാ പറക്കുന്നു. ഇവിടെ ഏതാ അതിന്റെ മരം ഏതാ വലിയ? ഓർമ്മയിലെ മഞ്ചാടിക്കുരുകൾ പെറുക്കിക്കൊണ്ട് മോസസ് യാത്രയാവുകയാണ്. അല്ല ഇതിന്റെ മരം എവിടെ? എടാ ഇതൊക്കെയാണ് അതിന്റെ മരം. അത് ചെറുതല്ലേ? ഇതിനകത്ത് എവിടെ മരിങ്ങ? അതെ, ഞാൻ വലിയ മരമാണ് ചോദിച്ചേ. ഇവിടെയൊക്കെ ഫുള്ള് മഞ്ചാടി. നമ്മുടെ നാട്ടിൽ മഞ്ചാടി ഇല്ല? ഉണ്ട്. അതെ, നല്ല മുരിങ്ങ. ചീരയും പരിപ്പും ഇട്ട് കറി വെക്കുക. നന്നായി. ചീരയും പരിപ്പല്ലേ? എന്താ മറ്റേ ഓരോരുത്തർ തെങ്ങ് നട്ടിട്ട് ഇതല്ലേ നമ്പർ ഇടുന്ന പറഞ്ഞേ? അവര് സ്വന്തം പറയും. സ്വന്തം പറയല്ല, ഇങ്ങോട്ടാണോ വേണ്ടേ? ഇങ്ങോട്ടാണോ വേണ്ടേ? നമ്പറിലാട്ടോ രജിസ്റ്റർ ചെയ്യുന്നത്. ഇതുണ്ടോ, ഈ തെങ്ങിലെ തേങ്ങയും കാര്യങ്ങളൊക്കെ ഈ നമ്പറിന്റെ മുതലാളിക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ല, അങ്ങനെ എടുക്കുള്ളൂ, എടുക്കലില്ല. അന്യന്റെ എടുക്കൂലല്ലേ? അതായത് നമ്മളിപ്പോ പോകുന്ന ഒരു തെങ്ങും ഫോറസ്റ്റ് അല്ലേ? മൊത്തം ഫോറസ്റ്റ്. തെങ്ങാണ് കൂടുതൽ. നമ്മുടെ നാട്ടിലത്തെ പല മരങ്ങളും ഇവിടെ കാണാടാ. ഒരു പൂവൊക്കെ ഞാൻ കണ്ടിരുന്നു ഇപ്പൊ. ബിജോസ് ഇവിടെ വാഴയൊക്കെ കൊണ്ട് നട്ട് അതിന്റെ കണ്ണെല്ലാവർക്കും കൊടുത്ത് എല്ലായിടത്തും ആയി. ഇതിലാണ് മഞ്ചാടിക്കുരു. ഇതുണ്ടല്ലേ, കൊറേ പറക്കിക്കൊണ്ട് പോവാ. ഇത് നോക്കി, താഴേക്ക് നോക്കി, ഫുള്ള് മഞ്ചാടിക്കുരു കേട്ടോ. നോക്കി എന്റെ പൊന്നെ. ഇത് ഇവിടെയൊക്കെ നോക്കിയേ, എന്തോരം കുറെ കൊണ്ടുപോയി നമുക്ക് കുഞ്ഞാറ്റയ്ക്കൊക്കെ കൊടുക്കാം.
കമലാ സുരയ്യന്റെ ഒക്കെ എഴുത്തിലെ മഞ്ചാടിക്കുരുകളോ? ആ മഞ്ചാടിക്കുരു അതല്ലേ. ചേട്ടാ ഈ മാത്സിന്റെ സാറല്ലേ? ഞാൻ സബ്ജക്റ്റ് ഞാൻ സോഷ്യലാണ്, നാട്ടില് ജോഗ്രഫിയാണ്. ഇവിടെ പിന്നെ അങ്ങനൊന്നുമില്ല, എല്ലാം പഠിപ്പിക്കാം. എല്ലാം പഠിപ്പിക്കണം. ഇതുണ്ട് ഒരു ആൽമരം. ആൽമരം, തെങ്ങ് ഇഷ്ടം പോലെ അല്ലേ ഇവിടെ ഉള്ളവർക്ക്. ആവശ്യത്തിന് തെങ്ങ്. പക്ഷെ എന്നാലും കരിക്ക് വെള്ളത്തിന് 50 റുപ്യ ഉമാനിക്ക കരിക്കിന്. ആ അപ്പൊ നമുക്ക് ബീച്ചിന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം പറിച്ചു കൊണ്ടുപോയി നാട്ടിക്കൊണ്ട് വിൽക്കാം നമുക്ക്. 60 വർഷം കഴിഞ്ഞാൽ കായ്ക്കണം. തെങ്ങിന്റെ ഇത് മുഴുവൻ വളർന്നു കഴിഞ്ഞാൽ നടക്കാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ. ഇവിടെയോ? ഐലൻഡുകളിൽ അങ്ങനെ ആയിരിക്കണം. ഇവിടുത്തെ തൊഴിലുറപ്പ് കാണണോ? ഇതാണ് ഇവിടുത്തെ സ്വയം തൊഴിലുറപ്പ്. സ്വയം തൊഴിൽ. അതായത് ഇവിടെയുള്ള ആൾക്കാർ വന്നിട്ട്, ഇത് പബ്ലിക് ആണല്ലോ. പക്ഷെ ഇതിലെങ്ങനെയാണ് തേങ്ങ? അത് അവര് പൊളിക്കും. ഇത് നീ കേൾക്ക്, ആളുകൾ വന്നിട്ട് ഇവിടുന്ന് തേങ്ങ പൊതിക്കും. പൈസ ഇല്ലാത്തവര്, ഇപ്പൊ നമുക്കൊരു 1000 രൂപ വേണം, കടലിൽ വെച്ചാ നമുക്കൊരു 1000 രൂപ വേണം. നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുക? കടം ചോദിക്കല്ലേ ചെയ്യുക. ഇവിടെ അങ്ങനെയില്ല. വേഗം ഒരു ചാക്കെടുത്ത് വരുന്നു, ഇവിടെ വരുന്നു, തേങ്ങ പെറുകുന്നു, നേരെ കൊണ്ട് കൊടുക്കുന്നു. 12 റുപ്യ കിട്ടുന്നു ഇപ്പോഴത്തെ തേങ്ങയ്ക്ക്. അതെ, കൊങ്ങ പൊട്ടിച്ച് അതെ ഉണക്കി മാർക്കറ്റിൽ കൊണ്ട് കൊടുത്താൽ എനിക്ക് കിട്ടും. അതേ അവസ്ഥയാണ് ഇതേ. ഞാൻ ഇവിടുത്തെ തൊഴിലുറപ്പായിട്ടോ. തേങ്ങ പൊതിക്കണം. ഈ കമ്പിൽ എങ്ങനെ തേങ്ങ പൊതിക്കും? നമ്മുടെ നാട്ടിലെ സെയിം പാര. 3 കുപ്പി തേങ്ങ പൊതിഞ്ഞു. ആ തേങ്ങ പൊതിച്ചാൽ വെള്ളം കുടിച്ചാലോ? അല്ല, ആ തേങ്ങ അങ്ങ് എടുത്ത് നമുക്ക് കൊണ്ട് വിൽക്കാം. 12 റുപ്യ കിട്ടും. മോശം തേങ്ങ ആയതുകൊണ്ടാണ് ഇവരിങ്ങനെ ഇട്ടേക്കുന്നത്. അത് കൊള്ളിയല്ല, ചീഞ്ഞിട്ടുണ്ട്, വെള്ളം കയറി. ഇവിടെയൊക്കെ ഈ തെങ്ങ് വന്ന് എങ്ങനെയായിരിക്കും? മറ്റേ പണ്ടുള്ളവർ പറഞ്ഞ കടലിൽ കൂടെ തേങ്ങ ഒഴുകി വന്ന് തീരത്തടിഞ്ഞ് മുഖത്താണെങ്കിലോ? ഒന്നും പറയാൻ പറ്റില്ലടാ അല്ലേ? അമ്പാ കൊതുക് കിട്ടി, ചോര കുടിച്ചു പോയി. നല്ല കൊതുകുണ്ട് അല്ലേ? കുടിക്കട്ടെ, കാരണം ചോര അങ്ങനെ അധികം കിട്ടുന്നില്ലല്ലോ. ഉണ്ടാ, എനിക്കൊരു കഷ്ണം കൊണ്ടുവന്നോട്ടെ. ഇത് നാശമായി പോയതാണോ നോക്കി, ഒന്ന് പൊട്ടിച്ചു നോക്കി. നാശമായതാ നല്ല വെള്ളം. അയ്യേ നാശമായി. ചീഞ്ഞ തേങ്ങയാന്ന് പറഞ്ഞ് കളയാൻ പോയതാ. നോക്കിയേ, നല്ല അടിപൊളി തേങ്ങ. 12 രൂപ ലാഭമായി. അതെ, ഇന്ന് തേങ്ങ അരച്ച മീൻകറി വെക്കാം. അതെ, നാട്ടിലെ 60 രൂപ. നാട്ടിൽ തേങ്ങ 100 രൂപ മുകളിൽ 100 രൂപയോ? വഴിയില്ലാത്തോടത്ത് കൂടി വഴി വെട്ടി പോവാണ് മോസസേ. ഞാൻ പറഞ്ഞില്ലേ, കടലിന്റെ ശബ്ദം കേൾക്കുന്ന അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുന്നത്. അതാണ് നാവികേഷൻ, ശബ്ദമാണ് നാവികേഷൻ. ഇവിടെ ശബ്ദം വെച്ച് പോയാൽ മതി, ഒന്നും പേടിക്കാനില്ല. ഇവിടെ ഏത് ഭാഗവും അറബിക്കടലാണല്ലേ? അതെ, അമ്പ അടിക്കണോ ഒച്ച നോക്ക്. അയ്യല്ലേ, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ രാത്രി ഇതേപോലത്തെ സ്ഥലത്തൂടി വന്ന് മീൻ പിടിക്കാൻ വന്നില്ല. ഇതൊക്കെ നമ്മുടെ ഇന്നലത്തെ കോറല്. ഈ പവിഴപ്പുറ്റിന്റെ മേലെയാണ് ഐലൻഡ് ബിൽഡ് ചെയ്യുന്നത്. അമ്പ കരിങ്കല്ല് പോലെ മോസസേ, ഇതിന്റെ മേളിലാണ് നമ്മൾ ഇന്നലെ പോയി ഇടിച്ചു കയറി നിന്ന. ഇതുപോലത്തെ പവിഴപ്പുറ്റിന്റെ മേലെ കയറിയേ. അത് മാപ്പിൽ നോക്കിയിട്ട് വമ്പൻ ഏരിയ ഉണ്ട്. അത് അമ്പോ, കടലെത്തി. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് എത്തി. കോറൽസ് ഉണ്ടോ? അതാ മറ്റേ കപ്പലിന്റെ പറഞ്ഞല്ലേ? 1960-ലോ 63-ലോ കണ്ട് വന്ന് റെക്കായ ഷിപ്പാണത്. അത് അയൺ ഓറിന്റെ ഷിപ്പാണത്. അയൺ ഓർ കൊണ്ടുവരുന്നതായിരുന്നു വേറെ എവിടെ നിന്നോ. ആ അയൺ ഓറിന്റെ പീസസ് ഇപ്പോഴും ഇവിടെ ഉണ്ട്. അത് അവിടെ കിടക്കുന്നു. അതൊക്കെ കഷ്ടങ്ങൾ കിടക്കുന്നു. ഇത് കോറൽസ് ഉണ്ടോ? ഇതുണ്ടോ ബിജോസ്? ഇത് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? എന്നാ ഇങ്ങനത്തെ കുറച്ച് കൊണ്ടുപോകണ്ട. കൊറേ വായിക്കോ. അതേ നല്ല എടുത്തോ.
ഈ കോറൽ നല്ല അയണോറൊക്കെ ഉണ്ടാവും അതൊന്നും കാണാം. ആ ഇതൊക്കെ അയണോർ വന്നതാ കാണിച്ചാ. ആ ഓരോ അയണോർ എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങളല്ലേ? ശരിക്കും എന്താ എനിക്ക് മനസ്സിലായില്ല. ഇതൊക്കെ അയണോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇരുമ്പടാ. ഇരുമ്പ് ഇരുമ്പ് അയിര്. ആ ഇതോടാ ഇത് ഫുള്ള് ഇരുമ്പ് അയിരുകളാണ് കേട്ടോ. അതൊക്കെ തുരുമ്പ് എടുത്ത് കിടക്കും അല്ലേ? ഇരുമ്പല്ലേ അത്? അയണോർ ആ അതൊന്ന് അടിക്കാതിട്ട് അനങ്ങൂല. അല്ല, ഇവിടെ നല്ലൊരു പുറ്റ് കണ്ടു. നോക്കി നിന്നില്ലേ വെള്ളം എടുത്തോണ്ട് ഇത് പോകും. വേണ്ട. മൂന്നിലാണ് ആ ഇടിച്ച് ആ ആ ആ നമ്മളെ മോസസേ ആ നമ്മൾ ഇന്നലെ വന്നില്ലേ? ആ ഭാഗ്യത്തിനും അറിയാത്തല്ലേ ആ വെള്ളം അടിച്ചരമ്പി കയറും കേട്ടോ. ആണോ? ഊക്കേന്റെ ഊക്കെ ഓരോ പീസുകൾ കിടക്കുന്നുണ്ട്. ആ എന്റെ പൊന്നെ ഇത് നോക്ക്. ഇത് ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതെടുത്ത് ഉരുക്കുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വെയിറ്റ് കൂടും. ആ ഇതിന്റെ ഒരു പീസ് എടുത്തോണ്ട് പോകാൻ പറ്റുമോ നമുക്ക്? മെറ്റൽ ഡിറ്റക്ട് പിടിക്കോ? ദേ മോശ പഴയ വടിവാളാന്ന് തോന്നുന്നു. അതെ, ഞാനേ വെറുതെ വടിവാള് പോലെ ഇരിക്കുന്നത്. ഇത് മൂർച്ചയാക്കി എടുത്തോ കത്തിയായിട്ട് ഉപയോഗിക്കാലോ. ആ വടിവാള് കിട്ടിയടാ. ആണോ? നമ്മള് കണ്ടുപിടിച്ചു അല്ലേ? കത്തി വടിവാള്. വേറെ സാധനത്തിന് കിട്ടി എനിക്ക്. ഇതെന്താ? ആ അതിൽ ജീവനുള്ളതാണ്. അതിന് ചത്തു വേണം. പാവം ജീവിക്കട്ടെ. ഈ പച്ച എന്താ? അത് ചെരുപ്പാ. ഓ സ്പോഞ്ചായിരുന്നു. എടാ ഇത് നോക്കണം. ഓ ഇത് നങ്കൂരത്തിന്റെ കഷ്ണം മോശേ. തങ്കൂരാ അത്. ഇത് നോക്കടാ. കൊണ്ട് നമുക്ക് അക്കുറത്തിലിടാം. നങ്കൂരടാ. തങ്കൂരാന്ന് ഇത്. അല്ല ഇത് ഇവിടെ എടുത്ത് ഇരുമ്പുകാർക്ക് വിറ്റാ പൈസ ഇട്ടില്ലേ? ഇവിടെ ഇരുമ്പാരില്ലടാ. ഇരുമ്പുകാരില്ല. ഞാൻ ടാപ്പുകാരില്ല. ദാ. നമുക്ക് വീട്ടിൽ അക്കുറത്തിൽ വെക്കാം. ഒരു സഞ്ചിയൊക്കെ എടുത്തിട്ട് ആ, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ഇത് ഒടിഞ്ഞ് ഇവിടെ കിട്ടുമല്ലോ എല്ലായിടത്തും. സഞ്ചിയൊക്കെ എടുത്ത് വന്നിട്ട് എന്നാ ഇവിടെ ഇട്ടോ. നമുക്ക് ഇതുണ്ടോ കോറൽസ്? കോറൽ ഇത് കൊണ്ടുപോയി പിടിക്കില്ലല്ലേ? ഇല്ല പിടിക്കില്ല. ഒരു ദിവസം അതിന് വേണ്ടി വരാം. നമുക്ക് വരാം. അതിന് ഒരു ഇരുമ്പ്. ആ എന്തായാലും സംഭവം അടിപൊളി കേട്ടോ. ഇത് കിടക്കുന്നതൊക്കെ ഇരുമ്പാണ്. ഇത് കപ്പലിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്നത്. അതൊക്കെ ഇരുമ്പ് പീസുകൾ കിടക്കുന്നുണ്ടോ? അതേപോലെ പോക്കോളിൽ കിടക്കുന്നത്. അപ്പോൾ അതൊരു ആ കാണുന്ന ഒരു ഡൈവിങ് സ്പോട്ടും കൂടിയാണ് കേട്ടോ. അത് കണ്ടോ കാണുന്നുണ്ടോ? ഈ വെള്ളം ഇങ്ങനെ ഹൈറ്റൈഡ് ആയതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. പേരും വെള്ളം അടിച്ച് കയറുന്നത്. അയ്യോ ഇല്ല പോയി ഇപ്പോൾ പോയേനെ. കണ്ടോ ആ കപ്പലിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. അതേപോലെ ഇത് പോക്കോളിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും സംഭവം കൂടി നമുക്ക് പോകട്ടോ. ഇത് കണ്ടോ ആ കപ്പലിന്റെ ഭാഗങ്ങൾ അതൊക്കെ നോക്കില്ലേ? അത് അവിടെ. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ഇരുമ്പയിരാണ്. ഇതല്ലേ? ഇരുമ്പയിര് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് തന്നെ കേട്ടോ. ഞാൻ വലിയ തന്നെടുക്കും. വലിയ കഷ്ണം വലുതെടുത്തിട്ട് വേറൊരു ഇതിന്റെ പുറത്തേക്ക് കിട്ടുമ്പോ അതിന് ഇതുണ്ടോ എന്താ സംഭവിച്ചറിയോ? ആ അടി കൊണ്ട ഭാഗത്ത് എന്തോ അല്ലിൻ്റെ സൗണ്ട്. പക്ഷെ ഇത് നോക്കിയേ, ഇതൊക്കെ നോക്ക് കപ്പലിന്റെ ഓരോ പീസാണ്. കാല് മാറ്റി. തുരുമ്പാണോ മൊത്തം? അതാ കൊറേയൊക്കെ ഇവിടെ ഫുള്ള് അതാട്ടോ. കോറൽസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കണ്ടോ വെറൈറ്റി സാധനങ്ങളല്ലേ? പിന്നെ ഇങ്ങനത്തെ ഒരു ഭണ്ഡാരത്തിൽ ഇന്നലെ നമ്മുടെ സമയം കളഞ്ഞത്. ഈ ഇതുപോലെ ഒരു കോറലിൽ അടിച്ചു കയറിയ ഇത് വല്ലാതെ തിരുമാല അടിക്കണതൊക്കെ ഇത് ഗുണം എന്താ അറിയടാ? തെന്നൂല. ഉപ്പുവെള്ളമുണ്ട്. ആ പോവാ പോവല്ലേ? അങ്ങോട്ട് പോവാ. ഞങ്ങളിത് ബീച്ചിൽ നിന്ന് പോവാണ് കേട്ടോ. ബീച്ചിൽ പോവല്ല, ഇവിടെ ബീച്ച് തീരുന്നില്ലല്ലോ. അല്ല ബീച്ച് തീരുന്നില്ല, അങ്ങനെയല്ല. താൽക്കാലികം വിട പറയുന്നു. താൽക്കാലികമായിട്ട് വിട പറയും. നമുക്ക് തേങ്ങ പറിക്കാം അല്ലേ? മോസസ് ഇന്ന് നമുക്ക് വേണ്ടി തെങ്ങുമ്മ കയറി തേങ്ങ പറിച്ച് തരുന്നതായിരിക്കും. നേരെ ക്രോസ് ചെയ്യണം. ഇത് തേക്കല്ലേ? തേക്കോ? ഇവിടെ തേക്കില്ലടാ. ആ ഇല കണ്ടപ്പോഴേ നമ്മുടെ സൈക്കിൾ എവിടെ വെച്ചേ? ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങ പറിക്കാൻ പോയില്ല. പക്ഷേ ഇത് കണ്ടോ, ഇതൊന്നും ഇവിടെ കൊണ്ടുപോയിടുന്ന വേസ്റ്റ് അല്ല കേട്ടോ. ഇത് പല ബോട്ടുകൾ മറിഞ്ഞിട്ടും അതേപോലെ ഓരോ സ്ഥലത്ത് ഇടുന്ന വേസ്റ്റും അതെല്ലാം കൂടി തിരമാല അടിച്ച് ഇതേപോലെ കയറ്റി ഇടുന്നതാണ്. ഇവിടെയൊക്കെ വെള്ളം കയറും കേട്ടോ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കിടക്കുന്ന കുപ്പികളൊക്കെ ഞാൻ ആദ്യം വിചാരിച്ച് വേസ്റ്റ് കൊണ്ട് ഇടുന്നതെന്നാണ്. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ സാറാണ് എനിക്ക് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഓ എന്നാ തിരമാലയാണ് ഇന്ന്.
ഹൈറ്റൈഡ് ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വേലിയേറ്റം, അതുകൊണ്ട് നല്ല തിരമാല അടിക്കും. അതൊക്കെ നോക്കി നടന്നില്ലെങ്കിൽ താഴെ കിടക്കും. അതാണ് വേറൊരു വിഷയം. അയ്യോ അയ്യോ മടുത്തു മോസേ. 4.5 കിലോമീറ്റർ ഉണ്ട് മൊത്തം. 4.5യോ? ആ ഇത് പക്ഷേ നമ്മുടെ മാലദ്വീപിനെ മാലയില്ലേ, മാല സിറ്റിനേക്കാളും ഉണ്ടല്ലേ. ആളുകൾ കുറച്ചേ ഉള്ളൂ, ബാക്കി മുഴുവൻ ഇങ്ങനത്തെ തെങ്ങും കാടാ. ആ നോക്കുകയാണെന്നില്ല താഴെ കിടക്കും കേട്ടോ. നടക്കുന്നത് കോറലിന്റെ മണ്ടേ കൂടെയാ. അതെ, പവിഴപ്പുറ്റുകൾ അല്ലേ. പവിഴൊന്നും കാണുന്നില്ല ലെൻസേ. പവിഴമില്ല, പുറ്റ് മാത്രം കണ്ടിട്ട് എന്ത് കാര്യം. കൊച്ചുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടത്തെ മൊത്തം ഈ ഐലൻഡിലെ മൊത്തം നമ്മൾ വന്ന വഴി കേട്ടോ. ഈ ഐലൻഡിലെ മൊത്തം ടോയ്ലറ്റ് വേസ്റ്റ് അടിച്ച് ഇതിലൂടെ കളയുക കടലിലേക്ക്. ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ടാവും, മോട്ടർപുര. ആ മോട്ടർപുരയിൽ വന്ന് അത് അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ സെപ്പറേറ്റ് കുഴികളായിട്ട് കുഴിയൊന്നുമില്ല. കാരണം എന്താ പറയുക, കുഴിയില്ലാത്ത മണലാണ്. കുഴി എടുക്കാൻ പറ്റില്ല. കുഴി എടുക്കാൻ പറ്റില്ല. ശരി. പിന്നെ കിണറും ഉണ്ടാവും ഓരോ വീട്ടിലും, ഏരിയ കുറവായതുകൊണ്ട് അപ്പൊ അടിച്ച് പുറത്ത് കളയാം. ഇതാട്ടോ നമ്മൾ വന്ന വഴി. അത് കേട്ടാണ്. അത് കേട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് മോശം. അതുകൊണ്ടാണ് നല്ല മീന്. ഇരുവശം കാസ്റ്റ് ചെയ്യാൻ പോവാണ്. വെള്ളം കിട്ടുമോ പിടിക്കാൻ പോവാട്ടോ. അതെ, ഇവിടെ ഇറങ്ങി നിൽക്കാം, അതതിൻ്റെ ഒരു രസം. ശരിയായി അതിന്റെ മേളിൽ നിന്നാ മതിയായിരുന്നു അല്ലേ. ഭയങ്കര തെന്നുന്നുണ്ട് അത്. ഉപ്പുവെള്ളത്തിൽ തെന്നൂലെന്നല്ല നീ പറഞ്ഞ നേരത്തെ. നീയല്ല, ഞാനല്ല, നീയാണ് പറഞ്ഞത്. ശരി. എന്നിട്ട് കൊള്ളം മണ്ടത്തരെല്ലാം പറഞ്ഞിട്ട് അതല്ല എട്ട തലക്കിടുക അല്ലേ. ഒരു മീനെ കിട്ടി. എറിഞ്ഞു. ഒരു പെണ്ണ് വന്നിട്ട് കാക്കയ്ക്ക് തീറ്റ കൊടുത്തിട്ട് പോയി. വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് കൊണ്ടിട്ടു. എന്തോരം കാക്കയാലേ. ഇവിടെ ആരോ പറഞ്ഞു മോസസേ, ഇവിടെ കാക്കയൊന്നും ഇല്ലെന്ന് ആരോ പറഞ്ഞു. ആരോ കാക്കയുണ്ട്. മീനെ വേസ്റ്റ് ഇടാനുള്ള സ്ഥലം കേട്ടോ. അതായത് നന്നാക്കൂല, അപ്പം തന്നെ കളയും അല്ലേ. അതായത് ഫുഡ് വേസ്റ്റ് എല്ലാം നമ്മൾ നേരെ കടലിൽ മീൻ തേറ്റ് കൊടുക്കും. പക്ഷെ ഇത് കണ്ടോ, ഫ്രിഡ്ജിൻ്റെ ബാക്കിയുള്ള വേസ്റ്റുകൾ, ഓരോ വേസ്റ്റ് വിടാൻ ഓരോ സ്ഥലമുണ്ട്. അവിടെ എങ്ങനെ കൊണ്ടുപോയി ഇടുക, ബാക്കി ഗവൺമെൻറ് അത് ബാക്കി കാര്യങ്ങൾ ചെയ്തോളൂ. ഇപ്പൊ ശരിക്കും ഒരു ഫാമാണ് അല്ലേ. ആടുണ്ട്, താറാവ്, അരയന്നം. ഇതിന്റെ മുതലാളിയെന്ന് വെച്ച് തീറ്റ കൊടുക്കുന്ന ചോദിച്ചു വരുമോ? കൊടുക്കണേ നീ മോശം. അവിടെ പിന്നെ പിടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. നമ്മുടെ വീട്ടിൽ കടുവ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. മനുഷ്യന്മാരും എടുത്തോണ്ട് പോല. കള്ളന്മാരെന്ന് പറഞ്ഞാൽ കള്ളന്മാരുണ്ടോ ഇഷ്ട? അങ്ങനെയല്ല, കുറവാ. എന്ത് മീനാ ഇത്? എന്ത് മീനാന്ന് അറിയില്ല. ഒരു മീൻ കിട്ടി വറുത്തു. കിട്ടിയ മീൻ വറുത്തു, മോരുകറി ഇട്ടിട്ട്. സ്നാപ്പർ. ആ മീനും കൂട്ടിയാ നമ്മൾ ചോറിനാൻ പോകുന്നത്. സ്പെഷ്യൽ മോരുകറി, അതെ, എന്റെ സ്പെഷ്യൽ മീൻ വറുത്തു.